കുടലിലെ ചെറിയ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന മമ്മൂക്കയ്ക്ക് വേണ്ടി ലാലേട്ടൻ കഴിഞ്ഞ ദിവസം ശബരിമലയിലെത്തി വഴിപാട് കഴിച്ചിരുന്നു. ഇത് വാർത്തകളിലൊക്കെ വലിയ വാർത്താ പ്രാധാന്യത്തോടെ തന്നെ വന്നിരുന്നു എന്നതും നമ്മൾ കണ്ട കാഴ്ചയാണ്. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് എമ്പുരാൻ്റെ പ്രമോഷൻ ഭാഗമായ ഒരു ചടങ്ങിൽ ഒരാളുടെ ചോദ്യത്തിന് ലാലേട്ടൻ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: മമ്മൂക്ക എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ്, നല്ല സുഹൃത്തുക്കളാണ്. അസുഖം മനുഷ്യന് എപ്പോൾ വേണമെങ്കിലും വരാം. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അത് വഴിപാട് കഴിച്ചു. രസീത് ആരോ ലീക്ക് ചെയ്തതാണ്. ഇതൊന്നും ഇത്ര വാർത്തയാക്കേണ്ട കാര്യമല്ല, അതൊക്കെ ഓരോരുത്തരുടെ സ്വകാര്യതയാണ്. മമ്മൂക്ക എനിക്ക് അത്രയും പ്രിയപ്പെട്ടതാണ് എന്ന രീതിയിൽ ലാലേട്ടൻ ആ സംസാരം ചെറുചിരിയോടെ പറഞ്ഞ് അവസാനിപ്പിച്ചു. എന്നിരുന്നാലും ഇപ്പോഴിതാ ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു വിവാദമായി മാറിയിരിക്കുകയാണ്. സംഭവം ഇങ്ങനെയാണ്: ശബരിമലയിലെ വഴിപാട് തൻ്റെ അറിവോടെയാണെങ്കിൽ മമ്മൂക്ക തൗബ ചെയ്യണം, സമുദായത്തോട് മാപ്പ് പറയണം. അബ്ദുള്ള തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിൽ വിമർശനവുമായി മുതിർന്ന മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ അബ്ദുള്ള. മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണമെന്നും മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം കുറിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച തൻ്റെ ശബ്ദ സന്ദേശത്തിലൂടെയാണ് അബ്ദുള്ളയുടെ ഈ വിമർശനം. വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന അനുഗ്രഹീത സിനിമാ നടൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത്. മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസം അനുസരിച്ചാണ് ചെയ്തതെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണെന്നും മോഹൻലാലിൻ്റെ വിശ്വാസം അനുസരിച്ചാണെങ്കിൽ മമ്മൂട്ടിയെ വിമർശിക്കരുതെന്നും അബ്ദുള്ള പറഞ്ഞു. എന്നാൽ മമ്മൂട്ടി പറഞ്ഞേൽപ്പിച്ചാണ് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണെന്നും അദ്ദേഹം പറയുന്നു. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ പാടുള്ളൂവെന്നും അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂവെന്നും അബ്ദുള്ള കൂട്ടിച്ചേർത്തു. ഇതിന് എതിരെ വന്ന കമൻറ്റുകൾ നിരവധിയാണ്. നമ്മൾ ആ കമൻറ്റുകളിലേക്കൊന്നും പോകുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.